ഹലോ, നമസ്കാരം. ഇന്ന് നമുക്ക് സൂക്ഷ്മാണുക്കളുടെ ലോകത്തിലേക്ക് ഒരു എത്തിനോട്ടം എന്നതിൻ്റെ തുടർച്ച നമുക്ക് നോക്കാം. സൂക്ഷ്മാണുജീവികൾ നമ്മുടെ ജീവിതവുമായി എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് നാം കണ്ടു. ഇനി ഏതൊക്കെ തരത്തിലാണ് അവ നമ്മളെ ആക്രമിക്കുന്നത്? മനുഷ്യരിലും മൃഗങ്ങളിലും സസ്യങ്ങളിലും രോഗങ്ങൾ ഉണ്ടാക്കുന്നു. ഭക്ഷ്യവിഷബാധ ഉണ്ടാക്കുന്നു. ഭക്ഷണം കേടുവരുത്തുന്നു. തുകൽ, ലോഹങ്ങൾ തുടങ്ങിയവയെ ദ്രവിപ്പിക്കുന്നു. അതായത് മൃഗങ്ങളുടെ തോലുകൊണ്ട് നിർമ്മിച്ച പലതരത്തിലുള്ള ബാഗുകളും അതുപോലെ ചെരുപ്പുകൾ തുടങ്ങിയിട്ടുള്ള വസ്തുക്കൾ ആരാണ് നശിപ്പിക്കുന്നത്? ചില തരത്തിലുള്ള സൂക്ഷ്മാണുജീവികളാണ്. ആൽഗൽ ബ്ലൂം ഉണ്ടാക്കുന്നു. അതായത് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ പലതരത്തിലുള്ള പായലുകൾ കണ്ടിട്ടുണ്ടാകും. ആഫ്രിക്കൻ പായൽ, കുളവാഴ തുടങ്ങിയവയൊക്കെ ഉണ്ടാക്കുന്നത് ആരാണ്? ഇത്തരം ബാക്ടീരിയകളാണ്. ഇനി ഇവിടെ തൊട്ടു താഴെയായി ചില രോഗങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആദ്യമായി കൊടുത്തിരിക്കുന്നത് H1N1 എന്നുള്ള രോഗമാണ്. അവയ്ക്ക് കാരണം എന്താണ്? വൈറസാണ്. അവ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? വായുവിലൂടെയാണ് അവ പകരുന്നത്. അവയെ എങ്ങനെ പ്രതിരോധിക്കാം? വാക്സിൻ വഴി നമുക്ക് അവയെ പ്രതിരോധിക്കാം. അടുത്ത രോഗമാണ് നിപ്പ. വൈറസ് തന്നെയാണ് ഇതിനും കാരണം. രോഗസംക്രമണം എങ്ങനെയുണ്ടാകുന്നത്? വവ്വാൽ, അതായത് ചില ജീവജാതികൾ ആക്രമിച്ചിട്ടുള്ള ഫലങ്ങൾ ഭക്ഷിക്കുന്നത് വഴി ഈ അസുഖം നമ്മളിലേക്ക് ഉണ്ടാകാം. അവയെ എങ്ങനെ പ്രതിരോധിക്കാം? ഇത്തരം വസ്തുക്കൾ പരമാവധി ഉപയോഗിക്കാതിരിക്കുക. എന്തെങ്കിലും കഴിക്കുന്നുണ്ടെങ്കിൽ അവ നല്ല വൃത്തിയായി കഴുകിയതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. അടുത്തത് ഡെങ്കി ഫീവറാണ്. അവയ്ക്കും രോഗകാരണം വൈറസ് തന്നെയാണ്. കൊതുക് വഴിയാണ് ഈ രോഗം നമ്മളിലേക്ക് ഉണ്ടാകുന്നത്. എങ്ങനെ അവയെ പ്രതിരോധിക്കാം? കൊതുകിനെ പരമാവധി അകറ്റി നിർത്തുക. എയ്ഡ്സ് എന്ന രോഗത്തിന് കാരണം വൈറസ് തന്നെയാണ്. അവയുടെ ഉണ്ടാകുന്ന കാരണം എയ്ഡ്സ് ബാധിച്ച വ്യക്തിയുടെ രക്തം നാം സ്വീകരിക്കുകയോ അല്ലെങ്കിൽ എയ്ഡ്സ് ബാധിച്ച വ്യക്തിയുടെ ഏതെങ്കിലും സ്രവങ്ങൾ നമ്മുടെ ശരീരത്തിൽ എത്തിപ്പെടുകയാണെങ്കിലാണ് ഈ രോഗങ്ങൾ നമ്മളിലേക്ക് ഉണ്ടാകുന്നത്. എങ്ങനെ അവയെ പ്രതിരോധിക്കാം? അതായത് ഈ വ്യക്തികളെ മാറ്റി നിർത്തുകയല്ല വേണ്ടത്, ആ വ്യക്തികൾ ശ്രദ്ധിക്കണം. കൂടാതെ നമ്മൾ എന്തുപയോഗിക്കുമ്പോഴും, അതായത് സിറിഞ്ച് തുടങ്ങിയ സാധനങ്ങളൊക്കെ സ്റ്റെറിലൈസ് ചെയ്തുകൊണ്ട് വേണം ഉപയോഗിക്കുവാനായിട്ട്. അണുവിമുക്തമായ സാധനങ്ങൾ മാത്രം ഉപയോഗിക്കുക. ഇത്തരം വ്യക്തികളെ അകറ്റി നിർത്തരുത്. ഇത്തരം സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഏതെങ്കിലും വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവ നല്ല അണുവിമുക്തമായതിനു ശേഷം മാത്രം ഉപയോഗിക്കുക. അടുത്തത് കോളറയാണ്. കോളറ ബാക്ടീരിയ വഴിയാണ് ഉണ്ടാകുന്നത്. അതായത് ഏതെങ്കിലും ഭക്ഷണത്തിലോ വെള്ളത്തിലോ വന്നിട്ട് ഇരിക്കുന്ന ബാക്ടീരിയ നമ്മുടെ ശരീരത്തിൽ കയറുമ്പോഴാണ് ഇത്തരം രോഗങ്ങൾ ഉണ്ടാകുന്നത്. അവയെ എങ്ങനെ പ്രതിരോധിക്കാം? ഈ ഭക്ഷണവും വെള്ളവുമെല്ലാം നല്ലോണം ചൂടാക്കിയതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. ചിക്കൻ ഗുനിയ വൈറസ് വഴിയാണ് ഉണ്ടാകുന്നത്. മൊസ്കിറ്റോയുടെ ആക്രമണം മൂലമാണ് ഇതുണ്ടാകുന്നത്. എങ്ങനെ പ്രതിരോധിക്കാം? കൊതുകിനെ അകറ്റി നിർത്തുക. ജലദോഷം ഉണ്ടാകുന്നു വൈറസ് വഴിയാണ്. വായുവിലൂടെയാണ് ഇവ പകരുന്നത്. എങ്ങനെ നമുക്ക് പ്രതിരോധിക്കാം? പരമാവധി മാസ്ക് ഉപയോഗിക്കുക. രോഗപ്രതിരോധ അതായത് ഹാൻഡ് വാഷ് തുടങ്ങിയിട്ടുള്ള ശുചിത്വ മുറകൾ സ്വീകരിക്കുക. എലിപ്പനി ബാക്ടീരിയ വഴിയാണ് ഈ രോഗം ഉണ്ടാകുന്നത്. അതുപോലെ അത് ഏതെങ്കിലും അനിമൽസിൻ്റെ യൂറിൻ, അതായത് മൂത്രത്തിലൂടെയാണ് നമുക്ക് ഇത് ഉണ്ടാകുന്നത്. അതായത് നമ്മുടെ ശരീരം വൃത്തിയായി സൂക്ഷിക്കുക. ഇനി അടുത്തതായി രോഗവും രോഗപ്രതിരോധവുമാണ്. നമ്മുടെ രാജ്യത്തെ യുദ്ധത്തിൽ നിന്നും നമ്മുടെ പട്ടാളക്കാർ സംരക്ഷിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ശരീരം സൂക്ഷ്മാണുക്കളുടെ ആക്രമണത്തിൽ നിന്നും നമ്മെ സംരക്ഷിക്കുന്നുണ്ട്. അവയുടെ ഒരു ഉപമയാണ് തൊട്ടു താഴെയായിട്ട് കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ശരീരത്തിൻ്റെ പ്രതിരോധശേഷിയെ ഒരു രാജ്യത്തിൻ്റെ പ്രതിരോധ വ്യവസ്ഥയോട് ഉപമിക്കാം. എങ്ങനെയാണ് ഉപമിച്ചിരിക്കുന്നത്? രാജ്യം, അതായത് ഇന്ത്യ എന്ന രാജ്യം, നമ്മുടെ ശരീരമാണ് നമ്മുടെ രാജ്യം എന്ന് പറയുന്നത്. അതിർത്തി കാക്കുന്ന മതിൽ. ഏതൊക്കെയാണ് അതിർത്തി കാക്കുന്ന മതിൽ? ഇവിടെ കൊടുത്തിരിക്കുന്നത് ചർമ്മവും ശ്ലേഷ്മ പടലവുമാണ്. അതായത് നമ്മുടെ ശരീരത്തിലെ ത്വക്ക്. അതുപോലെ
ചില ശ്ലേഷ്മ പടലം, അതായത് മെഴുമെഴുക്കുള്ള ചില തരത്തിലുള്ള ശ്ലേഷ്മങ്ങൾ. അതുപോലെ വിയർപ്പും സൂക്ഷ്മാണുജീവികളെ കൊല്ലുവാൻ സഹായിക്കുന്ന ഘടകമാണ്. അതുപോലെ നമ്മുടെ ചെവിയിൽ കാണപ്പെടുന്ന വാക്സ്, മെഴുക്, ഇവയും ഈ രോഗാണുക്കളെ ആക്രമിക്കാനുള്ള സഹായം ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മുടെ ദഹന വ്യവസ്ഥയിൽ ഒരു പ്രധാന ഘടകമാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. അതായത് നമ്മുടെ ഭക്ഷണത്തിലൂടെ ഏതെങ്കിലും സൂക്ഷ്മാണുക്കൾ ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ അവയെ പ്രതിരോധിക്കുന്നത് ഏതിലൂടെയാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്നുള്ള ഒരു ഘടകമുണ്ട്. ഇനി പ്രതിരോധ സേന. ആരാണ് ശത്രുക്കൾ? സൂക്ഷ്മാണുക്കൾ, ആൻറ്റിജനുകളാണ് ശത്രുക്കൾ എന്ന് പറയുന്നത്. പ്രതിരോധ സേന, അതായത് ഏതൊക്കെ സേന വഴിയാണ് അവയെ പ്രതിരോധിക്കുന്നത്? രോഗപ്രതിരോധ ശേഷി, ഇമ്മ്യൂണിറ്റി. ശത്രുവിൻ്റെ ആയുധങ്ങൾ. ഏതൊക്കെ ആയുധം ഉപയോഗിച്ചുകൊണ്ടാണ്? ശത്രുവിൻ്റെ ആയുധങ്ങൾ ഏതൊക്കെയാണ്? ശരീരകോശങ്ങളിൽ പറ്റിപ്പിടിച്ചിരിക്കാൻ പീലിയും ഫിബ്രിയായും ക്യാപ്സ്യൂളും ചലിക്കാനായി ഫ്ലജലയും. അതായത് ബാക്ടീരിയയുടെ ചിത്രം നമ്മൾ കണ്ടു, അതിൽ ഫ്ലജലയൊക്കെ ക്ലിയർ ആയിട്ടുണ്ട് അല്ലേ? ഇത്തരം വസ്തുക്കളാണ് അവയുടെ ആയുധം എന്ന് പറയുന്നത്. പ്രതിരോധ പട്ടാളപ്പട. ലിംഫോസൈറ്റ്സ്, നാച്ചുറൽ കില്ലർ സെൽസ്. ലിംഫോസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ രക്തത്തിലുള്ള ഒരു ഘടകമാണ് ലിംഫോസൈറ്റ്. അതായത് നമ്മുടെ രക്തത്തിൽ പലതരത്തിലുള്ള കോശങ്ങളുണ്ട്. അരുണ രക്താണുക്കളുണ്ട്, ശ്വേതരക്താണുക്കളുണ്ട്, തുടങ്ങിയിട്ടുണ്ട്. അവയ്ക്ക് അവരുടെ പേര് കൊടുത്തിരിക്കുന്നത് അവരുടെ കളറിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതായത് അരുണ രക്താണുക്കൾ എന്ന് പേരിടാൻ കാരണം അവ ചുവപ്പ് കളറായതുകൊണ്ടാണ്. ശ്വേതരക്താണുക്കൾ, അതായത് ആ കോശങ്ങളുടെ കളർ എന്തായിരിക്കും? വെള്ള കളറാണ്. അതായത് ശ്വേതരക്താണുക്കൾ വെള്ള കളറാണ്. ഈ ശ്വേതരക്താണുക്കൾ മെയിനായിട്ട് 5 തരത്തിലുണ്ട്. ഏതൊക്കെയാണ് അവ? ബേസോഫിൽ, ഇസിനോഫിൽ, ന്യൂട്രോഫിൽ, മോണോസൈറ്റ്, ലിംഫോസൈറ്റ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന ലിംഫോസൈറ്റ് അത് തന്നെയാണ്. അതായത് ശ്വേതരക്താണുക്കളിലെ ഒരു ഘടകമാണ് ആരെ? ലിംഫോസൈറ്റ്. ഈ ലിംഫോസൈറ്റ് സൂക്ഷ്മാണുക്കളെ പ്രതിരോധിക്കാൻ സഹായിക്കുന്ന ഒരു കോശമാണ്. രക്തത്തിലാണ് അവ കാണപ്പെടുന്നത്. ഇനി പ്രതിരോധ ആയുധങ്ങളാണ്. ഏതൊക്കെയാണ് പ്രതിരോധ ആയുധങ്ങൾ? ആൻറ്റിബോഡി, സൈറ്റോടോക്സിൻസ്. ഇനി രോഗപ്രതിരോധ പലപ്പോഴും സൂക്ഷ്മാണുക്കൾ ആക്രമിച്ചു കഴിഞ്ഞാൽ പരമാവധി നമ്മുടെ ശരീരം തന്നെ അവയെ വകവരുത്തുന്നുണ്ട്. പക്ഷേ ചില സമയങ്ങളിൽ ഈ സൂക്ഷ്മാണുക്കൾ ജയിക്കുകയാണെങ്കിൽ അവ എന്ത് ചെയ്യും? ശരീരത്തിൽ വളർന്ന് പെറ്റുപെരുകി അണുബാധയുണ്ടാക്കുകയും അവ പലതരത്തിലുള്ള അസുഖങ്ങൾ നമ്മളിൽ വരുത്തുകയും ചെയ്യും. രോഗപ്രതിരോധ വ്യവസ്ഥ മെയിനായിട്ട് 2 തരത്തിലാണുള്ളത്. സഹജമായ പ്രതിരോധ ശേഷിയുമുണ്ട്, ആർജിത പ്രതിരോധ ശേഷിയുമുണ്ട്. അതായത് സഹജമായ പ്രതിരോധ ശേഷി, അതായത് കോശങ്ങളിൽ കാണപ്പെടുന്ന ലൈസോസോം. ഈ ലൈസോസോമുകളൊക്കെ സൂക്ഷ്മാണുക്കളെ വിഘടിപ്പിക്കാൻ, അതായത് കോശത്തിൻ്റെ ചിത്രം പഠിച്ചപ്പോൾ അതിലൊരു ഭാഗമാണ് ഇത് ലൈസോസോം എന്നുള്ള ഭാഗം. സൂയിസൈഡൽ ബാഗ് അല്ലെങ്കിൽ ആത്മഹത്യ സഞ്ചി എന്ന് പറയുന്ന ഒരു ഭാഗമാണ് ഇത് ലൈസോസോം. ഈ ലൈസോസോം എന്തിനു സഹായിക്കുന്നുണ്ട്? സൂക്ഷ്മാണുക്കളെ നിർവീര്യമാക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. ആർജിത പ്രതിരോധ ശേഷി. TB കോശങ്ങൾ, ആൻറ്റിബോഡി. ഈ TB കോശങ്ങൾ കാണപ്പെടുന്നത് നമ്മുടെ എവിടെയാണ്? ബോൺ മാരോ അല്ലെങ്കിൽ അസ്ഥിമജ്ജയിലാണ് കാണപ്പെടുന്നത്. B കോശങ്ങൾ അസ്ഥിമജ്ജയിൽ തന്നെ. ഈ 2 കോശങ്ങളും ഉണ്ടാകുന്നത് അസ്ഥിമജ്ജയിലാണെങ്കിലും B കോശങ്ങളാണ് അവ അവിടെ തന്നെ വളരുകയും ചെയ്യുന്നത്. T കോശങ്ങൾ ജനിക്കുന്നത് അസ്ഥിമജ്ജയിലാണെങ്കിലും വളരുന്നത് തൈമസ് ഗ്രന്ഥിയിലാണ്. അതുകൊണ്ടാണ് അവയെ T കോശങ്ങൾ, B കോശങ്ങൾ എന്ന് പേരിട്ടത്. B കോശങ്ങളുടെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും സൂക്ഷ്മാണുക്കൾ നമ്മുടെ ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ ആ സൂക്ഷ്മാണുക്കളുടെ കോശസ്തരത്തെ നശിപ്പിക്കുക എന്നുള്ള പണിയാണ് ആര് ചെയ്യുന്നത്? B കോശങ്ങൾ. അതുപോലെ ഈ ചില സൂക്ഷ്മാണുക്കൾ കയറി കഴിഞ്ഞാൽ ചില വിഷവസ്തുക്കൾ നമ്മുടെ ശരീരത്തിൽ റിലീസ് ചെയ്യും. ആ വിഷവസ്തുവിനെ നശിപ്പിക്കുവാനും അല്ലെങ്കിൽ ആ വിഷവസ്തുവിനെ നിർവീര്യമാക്കുവാനും ആര് സഹായിക്കുന്നുണ്ട്? B കോശങ്ങൾ സഹായിക്കുന്നുണ്ട്. അതുപോലെ ശ്വേതരക്താണുക്കളെ ഉത്തേജിപ്പിക്കുക. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു ലിംഫോസൈറ്റ് എന്ന് പറഞ്ഞാൽ ശ്വേതരക്താണുവിൻ്റെ ഒരു ഘടകമാണ് ലിംഫോസൈറ്റ് എന്ന് പറയുന്നത്. ഈ ഏതെങ്കിലും സൂക്ഷ്മാണുക്കൾ കയറി കഴിഞ്ഞാൽ അവിടെ സൂക്ഷ്മാണുക്കൾ വന്നിട്ടുണ്ട്,
ആ ഇൻഫോർമേഷൻ എവിടേക്ക് എത്തിക്കണം? ലിംഫോസൈറ്റിലേക്ക് എത്തിയാൽ മാത്രമേ ആ ലിംഫോസൈറ്റ് ആക്രമിക്കുകയുള്ളൂ. അവയെ ഉത്തേജിപ്പിക്കുക എന്നുള്ള ഫംഗ്ഷനും ആര് ചെയ്യുന്നുണ്ട്? ബി കോശങ്ങൾ ചെയ്യുന്നുണ്ട്. അടുത്തതാണ് ടി കോശങ്ങൾ. ടി കോശങ്ങൾ അതായത് ഏതെങ്കിലും സൂക്ഷ്മാണുക്കൾ ഏതെങ്കിലും കോശത്തെ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ ആ കോശത്തെ നശിപ്പിക്കുക എന്നുള്ള പണിയാണ് ആര് ചെയ്യുന്നത്? ടി കോശങ്ങൾ ചെയ്യുന്നത്. അതുപോലെ ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുന്നു, പ്രതിരോധ കോശങ്ങളെ ഉത്തേജിപ്പിക്കുന്നു. അതായത് പ്രതിരോധശേഷി, അതായത് ഇമ്മ്യൂണിറ്റി പവറൊക്കെ ഉത്തേജിപ്പിക്കുന്ന പണിയൊക്കെ ആരാ ചെയ്യുന്നത്? ടി കോശങ്ങളാണ് ചെയ്യുന്നത്. ഓക്കെ, എന്താണ് ഇമ്മ്യൂണിറ്റി അഥവാ രോഗപ്രതിരോധ ശേഷി? അപകടകാരികളായ സൂക്ഷ്മാണുക്കളെ തിരിച്ചറിയാനും അവയെ നശിപ്പിക്കുവാനുമുള്ള ശരീരത്തിൻ്റെ കഴിവിനെയാണ് എന്ത് പറയുന്നത്? ഇമ്മ്യൂണിറ്റി അഥവാ രോഗപ്രതിരോധ ശേഷി എന്ന് പറയുന്നത്. അതായത് ഈ രോഗപ്രതിരോധ ശേഷി എന്താണ്? ഏതെങ്കിലും സൂക്ഷ്മാണുക്കൾ നമ്മളെ ആക്രമിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരം തന്നെ ആ സൂക്ഷ്മാണുക്കളെ നേരിടുന്നുണ്ട്. അവയാണ് എന്ത് പറയുന്നത്? ഇമ്മ്യൂണിറ്റി അഥവാ രോഗപ്രതിരോധ ശേഷി എന്ന് പറയുന്നത്. ഓക്കെ, അത് ചില ഘട്ടങ്ങളിൽ നമുക്ക് പാരമ്പര്യമായിട്ട് തന്നെ ഈ രോഗപ്രതിരോധ ശേഷി ലഭിക്കുന്നുണ്ട്. അതായത് അമ്മയുടെ രോഗപ്രതിരോധ ശേഷി അമ്മയുടെ മുലപ്പാൽ വഴിയോ പ്ലാസൻ്റ വഴിയോ ഒക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ തന്നെ നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിൽ ഒരു രോഗപ്രതിരോധ ശേഷി ഉണ്ടാകും. ചിലരിൽ രോഗപ്രതിരോധ ശേഷി കുറവായിരിക്കും. അത്തരം ഘട്ടങ്ങളിൽ എന്താണ് സംഭവിക്കുക? സൂക്ഷ്മാണുക്കൾ ആക്രമിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അവർക്ക് രോഗങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. ഇനി രോഗപ്രതിരോധ വ്യവസ്ഥ 2 തരത്തിലാണ് ഉള്ളത്. ഏതൊക്കെ തരത്തിലാണുള്ളത്? ആക്റ്റീവ് പ്രതിരോധവും പാസീവ് പ്രതിരോധവും. ആക്റ്റീവ് പ്രതിരോധം ശരീരം തന്നെ ആൻറ്റിബോഡി നിർമ്മിക്കുന്നു. പ്രകൃതിയാലുള്ള ആക്റ്റീവ് പ്രതിരോധം, കൃത്രിമ ആക്റ്റീവ് പ്രതിരോധം. പ്രകൃതിയാലുള്ള ആക്റ്റീവ് പ്രതിരോധത്തിന് ഉദാഹരണം അണുബാധയുടെ പരിണിതഫലമായി. ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? അണുബാധയുടെ പരിണിതഫലമായി, അതായത് സൂക്ഷ്മാണുക്കൾ നമ്മുടെ ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ ചില രാസവസ്തുക്കൾ നമ്മുടെ ശരീരത്തിൽ പുറപ്പെടുവിക്കുന്നുണ്ട്, ചില വിഷവസ്തുക്കൾ പുറപ്പെടുവിക്കുന്നു. അപ്പോൾ ഈ വിഷവസ്തുക്കൾ പുറപ്പെടുവിക്കുമ്പോൾ ഈ സൂക്ഷ്മാണുക്കളെ നേരിടുവാനായിട്ട് ആര് തയ്യാറായി നിൽക്കുന്നുണ്ടാകും? ശ്വേതരക്താണുക്കൾ തയ്യാറായി നിൽക്കുന്നുണ്ടാകും. ഈ വിഷവസ്തുവിനെ നിർവീര്യമാക്കാനായിട്ട് ശ്വേതരക്താണുക്കൾ ചില രാസവസ്തുക്കൾ പുറപ്പെടുവിക്കും. ഈ രാസവസ്തുക്കൾ പുറപ്പെടുവിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ താപനില ഉയരുകയും അപ്പോഴാണ് നമുക്ക് എന്തുണ്ടാകുന്നത്? പനി ഉണ്ടാകുന്നത്. അപ്പോൾ പനി എന്ന് പറയുന്നത് എന്താണ്? ഒരു രോഗമല്ല. അതെന്താണ്? ഈ രോഗാണുക്കളെ ആക്രമിക്കാനുള്ള അല്ലെങ്കിൽ ഈ സൂക്ഷ്മാണുക്കളെ ആക്രമിക്കാനുള്ള ഒരു നമ്മുടെ ശരീരത്തിൻ്റെ ഒരു മാർഗമാണ് എന്ത്? പനി എന്ന് പറയുന്നത്. ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് സംഭവിക്കും? രോഗാണുക്കൾ നശിച്ചു പോകും, അല്ലെങ്കിൽ അവയുടെ പെരുക്ക് കുറയും. ഓക്കെ, അപ്പോൾ പ്രകൃതിയാലുള്ള ആക്റ്റീവ് പ്രതിരോധം എന്ന് പറയുന്നത് എന്താണ്? അണുബാധയുടെ പരിണിതഫലമായി. ഇനി കൃത്രിമ ആക്റ്റീവ് പ്രതിരോധം ഏതൊക്കെയാണവ? രോഗപ്രതിരോധ കുത്തിവയ്പ്പുകൾ വഴി, അല്ലേ? ഇപ്പം നമുക്കറിയാം പലതരത്തിലുള്ള കുത്തിവയ്പ്പുകൾ നടക്കുന്നുണ്ട്. ഇതുവഴിയും നമുക്ക് രോഗത്തെ പ്രതിരോധിക്കാം. അടുത്തത് പാസീവ് പ്രതിരോധമാണ്. പ്രകൃതിയാലുള്ള പാസീവ് പ്രതിരോധമുണ്ട്, കൃത്രിമ പാസീവ് പ്രതിരോധവുമുണ്ട്. പ്രകൃതിയാലുള്ള പാസീവ് പ്രതിരോധം അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് മുലപ്പാലും പ്ലാസൻ്റയും വഴി. ഓക്കെ, അതായത് അമ്മ വഴി കുഞ്ഞുങ്ങളിലേക്ക് ഒരു രോഗപ്രതിരോധ ശേഷി ലഭിക്കുന്നുണ്ട്. ഇതാണ് അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് മുലപ്പാലും പ്ലാസൻ്റയും വഴി എന്ന് പറയുന്നത്. കൃത്രിമ പാസീവ് പ്രതിരോധം അതായത് ആൻറ്റിബോഡികൾ അടങ്ങുന്ന സെറം കുത്തിവയ്ക്കൽ. ഓക്കെ, ഇത്രയുമാണ് ഇന്ന് എടുക്കുന്നത്. താങ്ക് യു. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.